സോ നമ്മൾ ഓൾറെഡി ബോണസ് ഷെയർസിന്റെ കോൺസെപ്റ്റ് എന്തായിട്ടുണ്ട് പക്കാ ക്ലാരിറ്റിയോടെ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇനി ബോണസ് ഷെയർസിന്റെ ഇലസ്ട്രേഷൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, സോ ഇപ്പൊ ഈ കാണുന്ന വീഡിയോയിൽ നമ്മൾ എന്ത് ഇടുന്നുണ്ടാവും, 1ഉം 2ഉം ഇടുന്നുണ്ടാവും. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് 3 ഉണ്ടാവും, സെപ്പറേറ്റ് ആയിട്ട് 4 ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ? അപ്പൊ നിങ്ങൾ അത് മാത്രം പോയിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ പാർട്ട് മാത്രം എടുക്കുക, കാണാ, പോവാ, പഠിക്കുക. അതിനനുശേഷം എന്താ ചെയ്യുക, PYQ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്കും ഈസിയാണ്, അത് കുറച്ചും കൂടെ എന്താ പറയാ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ലിറ്ററലി മറ്റുള്ള വീഡിയോസിൽ തപ്പി 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 അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ അതിനായിട്ട് തന്നെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഓവർ ലേറ്റ് ആകുന്നില്ല, ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് പോവാം. ഇലസ്ട്രേഷൻ 1. ഓക്കെ, 1 മിനിറ്റ്. ഇലസ്ട്രേഷൻ 1ലേക്ക് പോവാം നമ്മള്. ഓക്കെ അല്ലേ? അപ്പം ഇലസ്ട്രേഷൻ 1ലേക്ക് പോകുമ്പം നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ പറയാണ്. ഓക്കെ, അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ്, ഫോളോയിങ് ഐറ്റംസ് അപ്പിയർ ഇൻ ദി ട്രയൽ ബാലൻസ് ഓഫ് ഭാരത് ലിമിറ്റഡ്, എ ലിസ്റ്റഡ് കമ്പനി, ആസ് ഓൺ 31st March 2022. അപ്പം ഈ ഒരു ട്രയൽ ബാലൻസ് അവർ തന്നിട്ടുണ്ട്. അതിൽ അവർ കാണിക്കുന്നത് 40,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഓക്കെ, ഓഫ് 10 each. അപ്പം 40,000 ഷെയർസ് 10 രൂപേന്റെ, അപ്പൊ എത്രയായി? 4 ലക്ഷം രൂപ. ആൻഡ് CRR ഉണ്ട്. CRR നമ്മള് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ യൂസ് ചെയ്യോ? യെസ്, നമ്മള് ക്യാപിറ്റൽ റിഡംഷൻ റിസർവും ഫ്രീ റിസർവ്സും നമ്മൾ എന്താക്കാൻ യൂസ് ചെയ്യും. ആസ് വെൽ ആസ് ഒരു സാധനം കൂടിയുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം. ഈ 3 സാധനങ്ങളാണ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്, കളക്ടഡ് ഇൻ ക്യാഷ് 30,000. ജനറൽ റിസർവ് ഉണ്ട് 1,05,000. ആൻഡ് അതേപോലെ തന്നെ സർപ്ലസ്, ദാറ്റ് ഈസ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 50,000. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഉണ്ട്, P&L ബാലൻസ് ഉണ്ട്, എത്ര? 50,000 രൂപ. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. ദി കമ്പനി ഡിസൈഡഡ് ടു ഇഷ്യൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബോണസ് ഷെയർസ് അറ്റ് 1 share for every 4 shares and held, and for this purpose it decided that there should be the minimum reduction in ഫ്രീ റിസർവ്. എന്ന് പറഞ്ഞാൽ ഫ്രീ റിസർവിൽ നിന്ന് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? പാസ് നെസസറി ജേണൽ എൻട്രി. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഇടയ്ക്കിടയ്ക്ക് ഇത് ഡിസ്കണക്ട് ആവുന്നുണ്ട്. 1 മിനിറ്റ്. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഓൾറെഡി നമ്മുടെ കയ്യിൽ എത്ര ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ എത്ര ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നുള്ള കേസ് നമുക്കറിയില്ല. ബട്ട് എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്തതെന്ന് പറയുന്നത് 40,000 ആണ്. സാറിന് അത് എവിടുന്ന് കിട്ടി? അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്ത്? 40,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each എന്ന് പറഞ്ഞാൽ 40,000 ഇക്വിറ്റി ഷെയർസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. സോ 40,000 ഇൻറ്റു എത്ര വരും? 1 divided by 4 which is equal to 10,000 BS എന്ന് ഞാൻ എഴുതിയത് ബോണസ് ഷെയർസ് ആണ്. ഓക്കെ, ഫുൾ ആയിട്ട് എഴുതിയിട്ടില്ല. BS ഞാൻ ബോണസ് ഷെയർസ് ആയിട്ട്. ഓക്കെ, അപ്പം 10,000 ബോണസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. അപ്പം അതിന്റെ വാല്യൂ എന്താ? 10,000 എന്ന് പറയുന്നത് ബോണസ് ഷെയർസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എന്തായിരിക്കും? സിമ്പിൾ ആണ്. 10,000 ഇൻറ്റു ഫേസ് വാല്യൂ എത്രയാ? 10,000 ഇൻറ്റു 10 എത്രയായി? 1 lakh rupees ആയി. 1 lakh rupees ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട ബോണസ് ഷെയറിന്റെ വാല്യൂ. സോ നമ്മൾ ആദ്യം പഠിച്ചൊരു കാര്യമുണ്ട്. എന്താ? നമ്മളൊരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ബോണസ് ടു ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. സോ ഈ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിന്റെ കേസിൽ നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ബാങ്കോ ക്യാഷോ അല്ല യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റഡ് നമ്മൾ ഫ്രീ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, അതേപോലെ തന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആണ് യൂസ് ചെയ്യാൻ. സോ ഫസ്റ്റ് എൻട്രി ഞാൻ പാസ് ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യാണ്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, പിന്നെ അതേപോലെ തന്നെ ജനറൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഈ
മൂന്നെണ്ണത്തിൽ നിന്നും ഞാൻ എന്ത് യൂസ് ചെയ്തു? ക്യാപിറ്റൽ റിഡംഷൻ റിസർവില് 55,000 ഫുൾ ആയിട്ട് യൂസ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും ഞാൻ 30,000 ഫുൾ ആയിട്ട് യൂസ് ചെയ്തു. ആൻഡ് ബാലൻസ് നമുക്ക് 1,00,000 ആവാൻ വേണ്ടത് 15,000 ആണ്, വിച്ച് ഐ യൂട്ടിലൈസ്ഡ് ഫ്രം ജനറൽ റിസർവ് വേർ ദർ വാസ് എ ബാലൻസ് ഓഫ് 1,05,000. ഓക്കെ അല്ലേ? സോ അവിടെ നിന്ന് ഞാൻ 50,000 കൂടെ എടുത്തു. ടു എന്ത് എഴുതി ഞാൻ ഇവിടെ? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? 1,00,000. സിമ്പിൾ ആണ്. ഫസ്റ്റ് ഞാൻ എന്താക്കാണ്? ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആണ്. ആൻഡ് എന്താ ലൈറ്റ് ഓഫ് ആക്ക്, ലൈറ്റ് ഓഫ് ആക്ക്, ലൈറ്റ് ഓഫ് ആക്ക്, ലൈറ്റ് ഓഫ് ആക്ക്, ലൈറ്റ് ഓഫ് ആക്ക്. 1 മിനിറ്റ്. ചെറിയൊരു ഭാഗം നിങ്ങൾ തന്നെ അടിച്ചാളിയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം ഒരു ലൈവിന്റെ ഇടയിൽ ഒരു തുമ്മിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി വന്നേക്കുന്നതാ. ഓക്കെ, സോ നമ്മൾ ആദ്യം ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോണസ് ടു ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന സാധനം നമ്മൾ കൺവേർട്ട് ചെയ്യും എന്തിലേക്ക്? ഷെയർ ക്യാപിറ്റൽ. കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് നോക്കണേ. നിങ്ങൾ ആ കോൺസെപ്റ്റ് വീഡിയോ കണ്ടിട്ട് ഇത് കാണാം. ഓക്കെ അല്ലേ? സോ ബോണസ് ടു ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ദെൻ നമ്മൾ നേരെ എന്തിലേക്ക് കൊണ്ടുപോയിടാണ്? ഷെയർ ക്യാപിറ്റലിൽ കൊണ്ടുപോയിടാം. ടു ഷെയർ ക്യാപിറ്റൽ. കാരണം എന്താ? നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എന്താവണം? കൂടണം. സോ ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ ഇടാണ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,00,000. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ഇലസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഇലസ്ട്രേഷനിലേക്ക് വരാണ്. പാസ്റ്റ് ജേണൽ എൻട്രീസ് ഇൻ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. എ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, എ ലിമിറ്റഡ് കമ്പനി വിത്ത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഓഫ് 5 lakh കൺസിസ്റ്റിംഗ് ഓഫ് 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. അപ്പൊ മനസ്സിലായല്ലോ നിലവിൽ എന്റെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ട്? നിലവിൽ എന്റെ കയ്യിൽ 50,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട് ഓഫ് 10 each ആണ്. ഓക്കെ അല്ലേ? ആൻഡ് അടുത്ത പറയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ 7.5 പെർ ഷെയർ ആണ്. ഓക്കെ, അപ്പം എങ്ങനെയാ വരുന്നത്? നമുക്കൊന്നും ഇവിടെ എഴുതി നോക്കാലോ. അപ്പൊ വരുന്നത് എങ്ങനെയാണ്? ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് 7.5 ആണ്. സോ ഈ ഒരു ഷെയറിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റോ ഇല്ലേ?
ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ഇത് ഫുള്ളി പെയ്ഡ് എന്തല്ല, ഫുള്ളി പെയ്ഡ് ഷെയർ അല്ല. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇത് ആദ്യം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന ഉറപ്പിച്ചോ, മിക്കവാറും ഈ ബാക്കിയുള്ള ഈ ഒരു എമൗണ്ട് ഇല്ലേ, ഇതിന്റെ ബാക്കിയുള്ള ഒരു 2.5 റുപ്പീസ് ഇല്ലേ, ഇതായിരിക്കും അവരെന്തായിട്ട് കൊടുക്കാൻ പോകുന്നത്? ബോണസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന ഉറപ്പിച്ചോ, മിക്കവാറും അതായിരിക്കും. അതും പറഞ്ഞ് മൊത്തം വായിക്കാണ്ടിരിക്കരുത്. അപ്പം ബോണസ് ടു ഷെയർ ഹോൾഡർ പറഞ്ഞു. A bonus of 1,25,000 declared out of general reserve to be applied in making existing shares fully paid up. എന്താ പറയുന്നേ? 1,25,000 അവർ ഡിക്ലെയർ ചെയ്തു ഔട്ട് ഓഫ് എന്താണ്? ജനറൽ റിസർവ്. നിങ്ങൾ ഏത് റിസർവ് യൂസ് ചെയ്യണമെന്ന് അവർ സ്പെസിഫൈ ചെയ്തു. ഇനി അത് യൂസ് ചെയ്യേണ്ട വേറെ രക്ഷയില്ല, നിങ്ങൾ ജനറൽ റിസർവ് തന്നെ എന്താക്കേണ്ടി വരും? യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ആൻഡ് പറയാണ് ടു ബി അപ്ലൈഡ് ഇൻ മേക്കിംഗ് ദി എക്സിസ്റ്റിംഗ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പോൾ ഈ കേസിലും എന്താ മെയിൻ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഏതാ ഫസ്റ്റ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്, എന്ത്? ആദ്യം നമ്മൾ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും, എന്നിട്ടോ പിന്നെയാണ് നമ്മുടെ മറ്റേത് വരാം. മറ്റേന്ന് പറയുമ്പോൾ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കമ്പനി അക്കൗണ്ട്സിൽ പഠിക്കുന്നുണ്ട് അല്ലെ? ആദ്യം നമ്മളൊരു ഡ്യൂ എൻട്രി ഇടുമല്ലോ, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അതേപോലത്തെ ഒരു എൻട്രി വരും. അതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, ഒരു ഡ്യൂ എൻട്രി. ഓക്കെ അല്ലേ? ഒരു ഡ്യൂ എൻട്രി വന്നു. ഇനി രണ്ടാമത്, ഫസ്റ്റ് നമ്മളൊരു ഡ്യൂ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ ബാങ്കിൽ നിന്ന് റിസീവ് ചെയ്യാണ്. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് എന്തില്ല? ബാങ്ക് ഇല്ല. സോ ബാങ്കിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ഫൈനൽ കോൾ എന്ന് പറയും. അപ്പം ഇതിവിടെ പൊതുവെ എന്താ, ഈ ബോണസ് ടു ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന സ്ഥലത്ത് യൂഷ്വലി കമ്പനി അക്കൗണ്ട്സിൽ നമ്മൾ ഷെയർസ് അലോട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ കോൾ വിളിച്ച് ആദ്യം ഡ്യൂ എൻട്രി ഇട്ട് അതിനുശേഷം റിസീവിന്റെ എൻട്രി ഇടുമ്പോൾ പൊതുവെ ഇവിടെ എന്താ വരാറ്? ബാങ്ക് ആണ് വരാം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താ പറയാ, ഷെയർ ഫൈനൽ കോൾ എന്നും പറഞ്ഞിട്ട്. പക്ഷെ എന്ത് അക്കൗണ്ടാ? ഇത് ബോണസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ബോണസ് ആയതുകൊണ്ട് ഇവിടെ ബാങ്ക് വരില്ല. ഇൻസ്റ്റഡ് എന്ത് വരും? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലടാ? പക്ക ക്ലിയർ അല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ ഇതിന്റെ മേളില്? സിമ്പിളാണ്. ഇനി അടുത്തത് പറയാണ്, എ ലിമിറ്റഡ് കമ്പനി ഹാവിംഗ് ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 lakh കൺസിസ്റ്റിംഗ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. അപ്പം ഇവിടെ നമുക്ക് എത്ര ഷെയർ എന്ന് പറഞ്ഞു? അവര് ഷെയർ എത്രയാന്ന് പറഞ്ഞിട്ടില്ല. അവരെത്ര പറഞ്ഞിട്ടുള്ളൂ? 50 lakh ഷെയർസ് ഉണ്ട്. എത്രയാ ഉള്ളത്? കാണുന്നില്ലേ? 50 lakh റുപ്പീസിന്റെ ഷെയർസ് ഉണ്ട്. അതും 10 രൂപയാണ് ഫേസ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ 5 lakh എന്തുണ്ടാവും? ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇക്വിറ്റി ഷെയർസ് പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കണേ. ഓക്കെ അല്ലേ? 5 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് മേളിൽ പോവാം. എന്നിട്ട് അവിടെ എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ 50 lakhന്റെ റിട്ടേണും എത്ര ഷെയർസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് പറയാണ് ജനറൽ റിസർവിന്റെ ബാലൻസ് എത്ര ഉണ്ട് അവരുടെ കയ്യില് ജനറൽ റിസർവ് ബാലൻസ് എന്ന് പറയുന്നത് 9 lakh ആണ്. ഇറ്റ് വാസ് റിസോൾവ് ടു ക്യാപിറ്റലൈസ് 5 lakh rupees ഔട്ട് ഓഫ് ജനറൽ റിസർവ് ബൈ യൂസിങ് 50,000 fully paid bonus shares of 10 each shareholders to get one such share of every 10 shares held by him in the company. ആലോചിച്ചോക്ക് എങ്ങനെയായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്? നമ്മള് 9 ലക്ഷം ബാലൻസ് ഉണ്ട്. It was resolved to capitalize 5 lakh out of general reserve, issuing 50,000 fully paid bonus shares of 10 each. Each shareholders to get one such share of every 10 share held by them in the company. അപ്പൊ അവരെല്ലാം തന്നിട്ടുണ്ട്.
അവർ പറയാണ് 50,000 ബോണസ് ഷെയർസ് ഓഫ് 10 ഈച്ച് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പൊ ഈ 50,000 എവിടെ കിട്ടിയെന്നും അവർ പറയേണ്ട അടുത്ത ലൈനില് ഈച്ച് ഷെയർ ഹോൾഡേഴ്സ് ടു ഗെറ്റ് 1 such share of every 10 shares held by him in the company. ഓക്കെ അല്ലേ? അപ്പൊ എന്ന് വെച്ചാല് നമ്മളിവിടെ 5 lakh ആണ് ടോട്ടൽ ഷെയർ എന്നുള്ളത് കണ്ടുപിടിച്ചു ആണല്ലോ. നമ്മൾ ഓരോരുത്തർക്കും ഒരു ഷെയർ കൊടുക്കും ഓഫ് 10 ഈച്ച്. ഇപ്പൊ എത്രയായി? 50,000 ഷെയർസ് ആയില്ലടാ. ഇതന്നെ അവരുടെ അവിടെ ഡയറക്റ്റ് തന്നു എന്നത് ഉള്ളൂ. അതിനുശേഷം ഒരു ലൈനും കൂടെ തന്നിട്ട് നിങ്ങളെ കൊണ്ട് രണ്ടാമത് ആലോചിക്കും. കാരണം നമ്മൾക്ക് ഒരു ഇഷ്ടം പോലെ ഒരു ഫിഗേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ ആലോചിക്കും എന്തിനിപ്പത് ഇപ്പം ആ ഒരു രീതിയിൽ നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് തന്നേക്കണത്, അങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ അതിലേക്ക് പോയിട്ട് ചെയ്യണ്ട. സോ ഫസ്റ്റ് നമ്മൾ എന്തുണ്ടാക്കണം? ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു, സെയിം ആസ് ഇലസ്ട്രേഷൻ 1 ആണ്. എന്നിട്ട് നേരെ ഷെയർ ക്യാപിറ്റൽ കൂട്ടണം. ഇതാ ലാസ്റ്റ് ബോണസ് ടു ഷെയർ ഹോൾഡർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പിന്നെ എന്തിനാ സാറേ ഇലസ്ട്രേഷൻ 1 പോലത്തെ ഒരേ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നേക്കണത് ഇലസ്ട്രേഷൻ 2 രണ്ടാമത്തെ പോയിന്റ് ആയിട്ട്? കാരണം നിങ്ങൾ പെടാൻ പോകുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഈ എഴുതിയിട്ടുള്ളത്. ഇറ്റ് വാസ് റിസോൾവ് ടു ക്യാപിറ്റലൈസ് 5 lakh എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ പെടും എന്ന് പറഞ്ഞാൽ പെടും. അതിനു വേണ്ടിയാണ് ഇവര് രണ്ടാമത് വീണ്ടും ഇലസ്ട്രേഷൻ 2 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ എപ്പോഴും ഒരു ക്വസ്റ്റ്യനെയും നിങ്ങൾ എന്ത് വിചാരിക്കരുത്, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് എന്നുള്ള കോൺഫിഡൻസിൽ ഒരിക്കലും പോരുത്. അതിന്റെ വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. അക്കൗണ്ട്സിൽ ഞാൻ എന്തോ ആണെന്നുള്ള എല്ലാവിധ അഹങ്കാരവും എനിക്കും ഈ ഫൗണ്ടേഷനിൽ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ആ പേപ്പറിൽ ആ മാർക്കൊക്കെ വന്നപ്പം അത്യാവശ്യം 90+ ഒക്കെ കിട്ടേണ്ടത് ആ നേരെ 79, 82 ആ ഒരു റേഞ്ചിൽ വന്ന് കിടന്നിട്ടുണ്ട്. ഓക്കെ, സോ അതേ മിസ്റ്റേക്ക്, അതേ കോൺഫിഡൻസ്, അതേ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. സോ അത് ആവർത്തിക്കാണ്ടിരിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇപ്പം തേർഡ് ഇലസ്ട്രേഷനും ഫോർത്ത് ഇലസ്ട്രേഷനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നേടുന്നു. ഓക്കെ, ബൈ.